രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. എഗ്ഗ് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ട നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു മുട്ട വെച്ചിട്ടും കറി ഉണ്ടാക്കാം. ഇനി അതല്ല 2-ൽ കൂടുതൽ മുട്ട വേണമെങ്കിൽ അത്രയും എടുക്കാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളിതൊന്ന് ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് പൊരിച്ചെടുക്കാം. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഇതാ മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ പാകമായി കഴിഞ്ഞാൽ നമ്മളിത് ചെറിയ പീസായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൽ കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണെങ്കിൽ 4 ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് കളറൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. ഇനി ആ ജാറിൽ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചുവറ്റി കൊടുത്ത് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓംപ്ലേറ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇത് നൈസ് പത്തിരിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇനി തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താം. ഇത് തിള വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. കറി റെഡിയായി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. ഒരുപാട് കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കറി പാകത്തിനൊന്ന് ലൂസാക്കിയെടുക്കുക. ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്. ഈ ഒരു പാകത്തിൽ